ഹായ് മക്കളെ, ഫർഹാൻ സാറാണ്. നമ്മുടെ ഓണം എക്സാം പല സ്കൂളുകളിലും +1 നടക്കുന്നുണ്ട്. ആ ഓണം എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലെ എന്തായാലും 100% ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് ഈ മൂന്ന് ആൾക്കാരുടെ ഡെറിവേഷൻ. ഇതിലേതെങ്കിലും രണ്ടെണ്ണോ ഒന്നോ 100% ഉറപ്പാണ്. അതായത് ഈ പാർട്ടിൽ നിന്ന് മിനിമം 4 മാർക്കിന് ചോദ്യം ഉറപ്പായും ചോദിച്ചിരിക്കും. അതുകൊണ്ടാണ് സാർ ഈ ഒരു ടോപ്പിക് ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ മാത്രമല്ല ഇത് വരാൻ വേണ്ടി പോകുന്നത്, ക്രിസ്മസ് എക്സാമിനും വരും, പബ്ലിക് എക്സാമിനും 100% ഉറപ്പുള്ള പാർട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എന്ത് ചെയ്യട്ടെ, നല്ല ഉഷാറായിട്ട് പഠിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിലാണ് സാറ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. എല്ലാ കോൺസെപ്റ്റും ഇതിന്റെ കേസിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതാണ് സാറ് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സാറേ, ആദ്യം നമുക്കിത് വേണ്ടത് എന്താ വെച്ചാൽ, ഈ 3 ഇക്വേഷൻസ് ആണല്ലോ നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതായത് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് നമ്മൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ള അതേ സാധനമാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫിൽ നിന്നാണ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇവിടുന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ 3 ആൾക്കാരെയും നമുക്ക് എപ്പോഴാണ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക എന്ന് വെച്ചാൽ, അത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ കേസിൽ മാത്രമാണ്. അതായത് സമത്വരണം വരുന്ന കേസിൽ മാത്രമാണ് ഈ 3 ഇക്വേഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റേണ്ട സാധനം. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫിനെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിലെ വെലോസിറ്റി ടൈം ഗ്രാഫ് സാറിത ഇങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അഥവാ നിങ്ങൾക്ക് ആർക്കും ഗ്രാഫിന്റെ കേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഗ്രാഫിന്റെ വീഡിയോ കൂടെ സാർ ചെയ്യോ എന്ന് ചോദിച്ചാൽ മതി. സാർ എന്തായിരിക്കും ചെയ്തു തരുന്നതായിരിക്കും. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് വെലോസിറ്റി കൂടുന്നുണ്ടാവും, പക്ഷെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, എന്നാൽ ചില കേസിൽ നമ്മൾ ഇതും എന്ത് ചെയ്യാറുണ്ട്, ആ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ സാറ് ഈ ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ആ ഒരു ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0 മീറ്റർ/സെക്കൻഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ ആ കാർ നമ്മൾ എവിടുന്ന് എടുക്കുന്നത്, 0 മീറ്റർ/സെക്കൻഡ്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ 0 മീറ്റർ/സെക്കൻഡ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ആ കാർ കുറച്ചു നേരം മൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്നിട്ട് ഞാൻ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി, അതായത് തുടക്കത്തിൽ അതിന്റെ വെലോസിറ്റി എന്നുള്ളത് 10 എന്നുള്ള രീതിയിലൊക്കെ ഞാൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആ സമയത്ത് 10 അല്ലേ. അപ്പൊ വെലോസിറ്റിയിലെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ y ആക്സിസിലല്ലേ നമ്മൾ വെലോസിറ്റി എടുത്തിട്ടുള്ളത്. അപ്പൊ വെലോസിറ്റിന്റെ വാല്യൂ ഇവിടെ വരുന്നത് y ആക്സിലാണ്. അപ്പൊ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടുന്നാണ്, അതായത് ഇപ്പൊ 10 മീറ്റർ/സെക്കൻഡ്. 0 ആണെങ്കിൽ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി 10 ഒക്കെ ആണെങ്കിൽ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 20 ആണെങ്കിൽ കുറച്ചുകൂടെ മുകളിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതായത് അതൊരു വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു കാറ് എന്താണ്, ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ആ കാറിന് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ഈ കാറിനാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, അല്ലെങ്കിൽ ആ കാർ റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു ഗ്രാഫ് ഇതും യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ആ ഗ്രാഫിന്റെ പ്രത്യേകത അവിടെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല. ഇതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി ഈ ഗ്രാഫിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ v എന്ന് മാർക്ക് ചെയ്തിരുന്നല്ലോ, അതെന്താ സാർ, അതിന്റെ ഫൈനൽ വെലോസിറ്റി ആണ്.
സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഗ്രാഫ് ഇതാ ഇങ്ങനെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇതല്ലേ ഇതിന്റെ ഫൈനൽ പോയിന്റ്, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഈ കാർ ഇങ്ങനെ പോയി ഇതാ ഇതിന്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ പോയിന്റ്. ഇനീഷ്യൽ പോയിന്റ് യു ആണെങ്കിൽ, ഇനീഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി നമ്മൾ എന്താ എടുക്കാറുള്ളത്, വി എന്നും നമ്മൾ എടുക്കുന്നു. അത് എത്ര സമയം കൊണ്ടാണ് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്, ഇതാ ഇതല്ലേ എക്സ് ആക്സിസ് അല്ലേ നമ്മൾ സമയം ഉള്ളത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ടൈം അല്ലേ, അതായത് ഇത്രയും ടൈം കൊണ്ട് അത് ഞാൻ ടി എന്നും ഞാൻ എടുക്കുന്നു. അത് ഞാൻ എന്തെടുക്കുന്നു, ടി എന്നും ഞാൻ എടുക്കുന്നു. അപ്പൊ ടി സമയം കൊണ്ടാണ് അതെന്ത് ചെയ്തിട്ടുള്ളത്, യു എന്നുള്ള വെലോസിറ്റി, അതായത് 10 മീറ്റർ പെർ സെക്കൻഡിലെ വെലോസിറ്റി ഇപ്പൊ എത്ര ആയിട്ടുണ്ടാവുക, 20 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തി എന്ന് വിചാരിച്ചോ. എത്ര സെക്കൻഡ് കൊണ്ട്, 5 സെക്കൻഡ് കൊണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വാല്യൂസ് അവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഈ ഇക്വേഷൻസ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ കേസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ കേസിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് രണ്ട് രീതിയിൽ മേ ബി വരാം. അപ്പൊ ആ രണ്ട് രീതിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി 0യും ഇതിന്റെ കേസിൽ ആ ബോഡിക്ക് ഒരു ഇനീഷ്യൽ ആയിട്ട് ഒരു ആദ്യ പ്രവേഗം ആ ബോഡിക്ക് ഉണ്ട്. അതായത് അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി ഈ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ബാക്കി ഇതിന്റെ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സാറേ ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രാഫിൽ നിന്നുള്ള കാര്യം തന്നെ. അത് വളരെ ഷോർട്ടായിട്ട് ഒരു ട്രിക്ക് പോലെ സാർ ഇത് അവിടെ പറഞ്ഞു തരാണ്. അതായത് സാറേ പൊസിഷൻ ടൈം ഗ്രാഫ്, അതാണ് എക്സ് ടി ഗ്രാഫ് എന്ന് പറയുന്നത്. അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എനിക്ക് വെലോസിറ്റി കിട്ടും. പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ്, ചെരിവ് കണ്ടുപിടിച്ചാൽ എനിക്ക് വെലോസിറ്റി, പ്രവേഗം കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാലോ എനിക്ക് ആക്സലറേഷൻ കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും. ഇനി അതേപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റും കിട്ടും. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. അപ്പൊ ഞാനൊരു ഒറ്റ അളവിടെ പറയാണ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ആക്സിലറേഷൻ കിട്ടും. അതേപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഡിസ്പ്ലേസ്മെന്റും കിട്ടും. ഈ രണ്ട് തിയറിയും നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സാറേ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് അതിന്റെ സ്ലോപ്പ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ 3 മെത്തേഡാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ അറിയാവുന്ന മെത്തേഡാണ് y2 - y1 ഡിവൈഡ് ബൈ x2 - x1. അതായത് ഇവിടെ നമ്മളൊരു പോയിന്റ് എടുക്കും x1 y1, ഇവിടെ നമ്മളൊരു പോയിന്റ് എടുക്കും x2 y2, എന്നിട്ട് y2 - y1 ഡിവൈഡ് ബൈ x2 - x1 എന്ന് ചെയ്താൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ചും കൂടെ എളുപ്പമുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഗ്രാഫ് ഇതാ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിച്ചോ. അതായത് ഈ സാധാരണ 0യിൽ നിന്നാണ് ആ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് y ആക്സിസ് ഡിവൈഡ് ബൈ x ആക്സിസ്, y ആക്സിലുള്ള ടേം ഡിവൈഡ് ബൈ x ആക്സിലുള്ള ടേം എന്ന് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. അതാണ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ടാൻ തീറ്റ എടുക്കാം. അതെങ്ങനെയാ സാറേ ടാൻ തീറ്റ എടുക്കുക? ജസ്റ്റ് ഞാൻ ദാ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും ശ്രദ്ധിച്ചോട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോളെ. ഓക്കെ, എന്താ പോയി, അവിടെ പോയി. ഓക്കെ, അങ്ങനെയാണ് ഞാൻ അവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പോകണം. എങ്ങനെ ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ആംഗിൾ വേണ്ടേ. അപ്പോൾ ഒരു ടാൻ തീറ്റ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ നമുക്കൊരു ആംഗിൾ വേണം. അപ്പോൾ ആംഗിളിന്റെ കേസാണ് സാറ് പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ, ഇവിടെ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ആണ് നമ്മുടെ തീറ്റ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ ഇത് സ്ലോപ്പ് ആണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പൊ ഞാൻ ടാൻ തീറ്റ വെച്ചിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഇതാ ഈ സൈഡ് അല്ലേ സാറേ? യെസ്. ആ സൈഡിന്റെ ഡിസ്റ്റൻസ് എത്രയാണ് അത് നമുക്ക് കിട്ടണ്ടേ. അതേപോലെ അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ, അതും കിട്ടണല്ലോ അല്ലെ. അപ്പൊ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് എന്ന് സാർ എടുക്കുന്നു. അപ്പൊ സാറേ ഇതല്ലേ ഓപ്പോസിറ്റ് സൈഡ്, അതെങ്ങനെയാ കിട്ടുക? നമ്മൾ ഈ യു എന്നുള്ളത് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള, അതായത് ഇത് 0 മീറ്റർ പെർ സെക്കൻഡ്, ഇത് 2 മീറ്റർ പെർ സെക്കൻഡ്, ഇത് 4 മീറ്റർ പെർ സെക്കൻഡ്, ഇത് 6 മീറ്റർ പെർ സെക്കൻഡ്, ഇത് 8 മീറ്റർ പെർ സെക്കൻഡ്, ഇങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ യു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 4 മീറ്റർ പെർ സെക്കൻഡ്. അത് എവിടുന്ന് എടുത്തുള്ളത്? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമല്ലേ,
സ്പീഡ് അല്ലേ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു വാല്യൂ ആണ് നമ്മൾ അവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ യുവിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വാല്യൂ അതാണ് 4 എന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ വാല്യൂ നമ്മൾ എടുത്തുള്ളത് വി ആണല്ലോ, അപ്പൊ അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വാല്യൂ ആണ്. അപ്പൊ യു എന്ന് പറഞ്ഞാൽ ഈ വാല്യൂവും വി എന്ന് പറഞ്ഞത് ഈ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വലിയ വിയിൽ നിന്ന് ഈ യു കുറച്ചാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഇവിടെ കിട്ടൂലേ? അതെ, അതായത് ഈ ഡിസ്റ്റൻസ് ആണല്ലോ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല്, അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വലിയ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആയിട്ടുള്ള വിയിൽ നിന്ന് ഈ യു കുറച്ചാൽ മതി. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ആണ്. അതാണ് നമ്മൾ ഇവിടെ വൈ ആക്സിസിൽ, അതായത് ഈ ഒരു ആക്സിസിന്റെ ഡിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി അങ്ങനെ ഈ ഡിസ്റ്റൻസ് എത്രയാണ് സാറേ? അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ? അത് ഇവിടുന്ന് 0 മുതൽ എവിടെ വരെയാണുള്ളത്? ടി വരെയാണുള്ളത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടിയുമാണ്. അപ്പൊ ഇനി സ്ലോപ്പ് കണ്ടുപിടിച്ച് നോക്കുക. വൈ ആക്സിസിൽ വി മൈനസ് യു, എക്സ് ആക്സിസിൽ ടൈമും ആണ്. അപ്പൊ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? വി മൈനസ് യു ആണ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ടൈമും ആയിരിക്കും, ടിയും ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണ്, ഓക്കെ ആണ്, റെഡി ആണ് എന്ന് സാറ് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. സമയം എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും സാറ് പറയുന്നത്, അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതിന് മുന്നേ സാർ ഒരു കാര്യം പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും +1 ഫിസിക്സ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോ. ഞാനൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. മറ്റു സ്കൂളുകളിൽ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക, എനിക്ക് +1 ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ സാറേ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്മൾ റിലേഷൻ v = u + at എന്നുള്ള ഒന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ v = u + at ആ നമ്മൾ പറയുന്ന പേര് വെലോസിറ്റി ടൈം റിലേഷൻ എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗ്രാഫ്, അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണല്ലോ നമുക്ക് വേണ്ടത്. ആ വെലോസിറ്റി ടൈം ഗ്രാഫ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ആദ്യം വെലോസിറ്റി ടൈം ഗ്രാഫ് ഞാൻ ഇവിടെ വരച്ചു കഴിഞ്ഞു. അതിൽ ഈ ഡിസ്റ്റൻസ് യുവും ഇത് വിയും ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ടി ആണ്, അത് ഞാൻ ടി എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഡിസ്റ്റൻസ് എന്താണ്? വി മൈനസ് യു ആണെന്നുള്ളത് ഞാനിത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ തൊട്ടപ്പുറത്തുള്ള ആക്സിലറേഷൻ ആര് കിട്ടും? ആക്സിലറേഷന് കിട്ടും. അത് വെച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആക്സിലറേഷൻ ഞാൻ എ എന്ന് എഴുതുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ആണ്. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണ്? ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ലേ? അപ്പൊ ഇതായിരിക്കും നമ്മുടെ തീറ്റ, കാരണം ഇതല്ലേ നമ്മുടെ ഗ്രാഫ്. അപ്പൊ ഇത് നമ്മൾ തീറ്റ എടുക്കുകയാണെങ്കിൽ സാറേ ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ? അത് വി മൈനസ് യു ആണ്. അഡ്ജസന്റ് സൈഡ് ഇതല്ലേ? അത് ടി യു ആണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. വി മൈനസ് യു ഓപ്പോസിറ്റ് ബൈ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഇസ് വി മൈനസ് യു ബൈ ടി എന്ന് വരും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്ന് കിട്ടി. ഈ ടീനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ കിട്ടിയുള്ളത് എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. ഇവിടെ ഡിവിഷനിലുള്ള ടീനെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവൂലേ? അപ്പൊ എ ഇൻറ്റു ടി ദാറ്റ് ഇസ് ഈക്വൽ ടു വി മൈനസ് യു. ഇനി ഈ മൈനസ് യുവിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്താലോ അത് പ്ലസ് യു ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ആര് മാത്രം വരും? വി മാത്രം വരും. ഇവിടെ ആര് വരും? യു പ്ലസ് എ ടി എന്ന് മാത്രം വരുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ എന്തിന്റെ ഇക്വേഷൻ? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എന്ത് ചെയ്തു? അവിടെ പ്രൂവ് ചെയ്തു. അതായത് ആ ബേസിക് ആയിട്ടുള്ള ആ കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ പിന്നെ പ്രൂഫ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പത്തിൽ കഴിയും. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ ഇതിലെ ഏറ്റവും ആദ്യത്തെ ഈ ഒരു കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെലോസിറ്റി ടൈം റിലേഷൻ ആയിട്ടുള്ള v is equal to u plus at പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള കോൺസെപ്റ്റ് എന്താ എന്ന് വെച്ചാൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ആക്സിലറേഷൻ കിട്ടും എന്നുള്ളതാണ്.
റെഡിയാണ്, ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ റിലേഷനിലേക്ക് പോവാണ്. ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. രണ്ടാമത്തെ റിലേഷൻ ഏതായിരുന്നു? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആ റിലേഷൻ ആണ് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇനി പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ കണ്ടുപിടിക്കണം. അതിന് ഞാൻ എടുക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു, ഹിന്റ് ഞാൻ തന്നു, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന ടേം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇത് എങ്ങനെയാ കിട്ടുക എന്നറിയണമെങ്കിൽ ഗ്രാഫിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ആർക്കെങ്കിലും അത് അറിയാത്തുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ സാർ എന്തെങ്കിലും വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഒരു ടെൻഷനും ആ കാര്യത്തിൽ വേണ്ട. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഡിസ്പ്ലേസ്മെന്റ്. വേഗം ഇങ്ങോട്ടേക്ക് വന്നു. സാറേ ഇതല്ലേ നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ? അതെ. ഇതിൽ നിന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അതെ. അപ്പൊ ഈ ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ സാറേ കണ്ടുപിടിക്കുക? അതാണ് കുറെ പേർക്ക് അറിയാത്തത് കേട്ടോ. അപ്പൊ സാറേ ചില ആൾക്കാർ ഇത് ഇങ്ങനെയൊക്കെ കാണുമ്പോണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സാറേ ഈ ഏരിയ മാത്രം മതി. അതായത് ഈ ഗ്രാഫിന്റെ ശരിക്കും എന്താ അറിയോ, ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്നുള്ള, ഞാനൊന്ന് മാറ്റിയ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് എഴുതാണ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ്, അതാണ് ശരിക്കുള്ള പോയിന്റ്. അതായത് ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ, അതായത് അത് ഇത്രയും മാത്രമാണോ സാറേ വരിക? അല്ല, അതിന് താഴേക്കുള്ളത് ഈ സ്പേസോടും അല്ലേ. അതായത് എക്സ് ആക്സുമായിട്ട് ടച്ച് ചെയ്യുന്നത് വരെയുള്ള ഏരിയ, ആ ടോട്ടൽ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അതാണ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടുമെന്നുള്ളത് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എസ് എന്നാണല്ലോ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കണം. ഞാൻ എങ്ങനെയാ ഏരിയ കണ്ടുപിടിക്കുക സാറേ? ഇതൊരു ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ട്രെപ്പീസിയം പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ അതിന് മുന്നേ ഇത് ഇങ്ങനെ ഒരു അതായത് ഈ ഗ്രാഫിന്റെ അണ്ടറുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഏരിയ ഉണ്ടാവും, ഈ ഏരിയ ഉണ്ടാവും അല്ലെ. അങ്ങനെയാണെങ്കിൽ സാറേ ഇതെനിക്കൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം, അതായത് ഒരു ത്രികോണമായിട്ട്. അതേപോലെ ഇതെനിക്കൊരു ചതുരമായിട്ട് റെക്റ്റാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ കൂട്ടിയാൽ എനിക്ക് ടോട്ടൽ ഏരിയ കിട്ടൂലേ? കിട്ടും. അതാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ഞാൻ ഇങ്ങനെ ഇതാണ് റെക്റ്റാങ്കിൾ, പ്ലസ് അടുത്ത് എന്താ വരിക? ഏരിയ ഓഫ് ട്രയാങ്കിളും ചെയ്യുന്നു. ഏരിയ ഓഫ് റെക്റ്റാങ്കിളും ഏരിയ ഓഫ് ട്രയാങ്കിളും ചെയ്യുന്നു. സാറേ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ഇതല്ലേ സാറേ നമ്മുടെ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ? ഈ റെക്റ്റാങ്കിളിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ വീതി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് യു ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. അതേപോലെ ഈ ലെങ്ത് അത് എത്രയാണ്? ടി ആണെന്ന് പഠിച്ചു. അപ്പൊ ആ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് യു ഇൻറ്റു ടി അല്ലേ അവിടുത്തെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ? അതെ സാർ. അപ്പൊ ഞാനിതാ എസ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ദാറ്റ് ഈസ് യു ഇൻറ്റു, ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ദെൻ അടുത്ത ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണെങ്കിലോ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത് വരുന്നത്? നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ വരുന്നത്. അതായത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റും ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എസ് ഇസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറയുമ്പോൾ ലെങ്ത് യുവും ബ്രെഡ്ത്ത് ടിയും ആണ് റെക്റ്റാങ്കിളിന്റെ അല്ലേ. ഇത് ടിയും എടുത്തു, ഇത് യു എടുത്തു, ഓക്കെ അല്ലേ. അപ്പൊ യു ഇൻറ്റു ടി. ദെൻ പ്ലസ് അടുത്ത ടേം എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ട്രയാങ്കിൾ ഇവനല്ലേ, ഇവന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അത് ടി ആണ്. ഓക്കെ. ഹൈറ്റ് എന്ന് പറയുമ്പോൾ സാറേ ഇതല്ലേ, അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി, അതായത് വിയിൽ നിന്ന് യു കുറച്ചാൽ മതി. അപ്പൊ ആ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? വി മൈനസ് യു ആയിരുന്നു. അപ്പൊ നമുക്ക് അവിടുത്തെ ബേസ് ഇൻറ്റു ഹൈറ്റ് കിട്ടി. ദാറ്റ് ഈസ് വി മൈനസ് യു ഇൻറ്റു ആഡ് ഹൈറ്റ് ബേസ് ഞാൻ ടി എന്നോടെ എഴുതിയിട്ടുണ്ട്. സാറേ നേരത്തെ ഇക്വേഷനിൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആയിരുന്നു. ഓക്കെ ആണ് സാർ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാനിതാ ഈ യുവിനെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വി മൈനസ് യുവിനെ ഞാൻ യുവിനെ എടുത്ത വി മൈനസ് യു എന്നായിട്ട് മാറിയില്ലേ സാറേ? അതെ, വി മൈനസ് യു എന്നായിട്ട് മാറി. അപ്പൊ ഞാൻ ആ വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി. അപ്പൊ ഈ ഇക്വേഷനിൽ വി മൈനസ് യുക്ക് പകരം ഞാൻ എ ടി എന്ന് കൊടുക്കണതിന് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? എസ് ഈസ് ഈക്വൽ ടു യു ടി
പ്ലസ് ഹാഫ് ഇൻറ്റു എ ടി. വി മൈനസ് യുക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? എ ടി എന്ന് കൊടുത്തു. ഞാൻ വേറെ കളറിനോട് വേണമെങ്കിൽ കൊടുക്കാം അല്ലെ, വേറെ കളറിനോട് എഴുതാം. എ ടി പിന്നെ ഏതാ വരുന്നത്? ഇൻറ്റു ടി ആണ് വരുന്നത്. അപ്പൊ എ ടി ഇൻറ്റു ടി, ടി ഇൻറ്റു ടി, ടി സ്ക്വയർ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ കിട്ടി എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ഇൻറ്റു ടി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഇതിനെ പറയാറുള്ളത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണ്, റെഡി ആണ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു. ഓക്കെ, റെഡി. അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതാ ഇപ്പൊ പഠിച്ചിട്ടുള്ളത്. ഇതിൽ ആർക്കും ഓക്കെ ആണ്, സെറ്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഡെറിവേഷൻ ദാ ഈ രണ്ടാമത്തെ ഡെറിവേഷൻ ആണ് കേട്ടോ. അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ ലാസ്റ്റത്തെ ഡെറിവേഷനിലേക്ക് പോകണം. അപ്പൊ ലാസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഏതാ സാറേ? അത് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ, അതായത് വി സ്ക്വയർ ഈസിക്കൽ യു സ്ക്വയർ പ്ലസ് 2as. അവിടെ ഞാൻ എടുക്കുന്നത് ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് ഈ ഗ്രാഫിന്റെ അണ്ടറുള്ള ഈ ഏരിയ അത് തന്നെയാ കാൽക്കുലേറ്റ്. അതല്ലേ സാറെ തൊട്ട മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത്? അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതൊരു ട്രയാങ്കിളും ഇതൊരു റെക്റ്റാങ്കിളും ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് രണ്ടിനെയും കൂടെ ആഡ് ചെയ്തതാണ്. എന്നിട്ടാണ് നമുക്ക് ടോട്ടലി കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഞാൻ അതെന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് അറിയോ? ഇതിനൊരൊറ്റ ട്രപ്പീസിയമായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതല്ലേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ട്രപ്പീസിയം എന്ന് പറയുന്ന സാധനം. അതെ, ഈ ട്രപ്പീസിയത്തിന്റെ ഈ സൈഡ് എയും ഈ സൈഡ് ബിയും ദെൻ അവർക്കിടയിലുള്ള ആ ഡിസ്റ്റൻസ് എച്ചും ആണ് എന്നുണ്ടെങ്കിൽ വിചാരിച്ചോ, അവരുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി, ഈ സൈഡ് പ്ലസ് ഈ സൈഡ് ഇൻറ്റു എച്ച്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്നാൽ സാറേ ഇതിപ്പോ ഇങ്ങനെയല്ലല്ലോ ഇവിടെ ഉള്ളത്, ചെരിഞ്ഞിട്ടല്ലേ ഉള്ളത്. അപ്പൊ ഞാനിതാ ഈ ഒരു സാധനത്തിന് ഒരു 90 ഡിഗ്രി ഇതാ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ അതാ ഇങ്ങനെയായില്ലേ? ഇങ്ങനെയായി, കുഴപ്പമില്ല. അതേപോലെ ഏകദേശം അതേപോലെ തന്നെയാണ് ഇതാ ഇവിടെയുള്ളത്. എന്താ വ്യത്യാസമുള്ളൂ? ഇവിടെയുള്ള ഈ സൈഡ് ഇല്ല, അതിന് വരെ ഇങ്ങനെ ഒരു ഒറ്റ സൈഡ് ഇതാ ഇങ്ങോട്ടേക്ക്, അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആ ഗ്രാഫിലുള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് ഇതാണ് ആ ഗ്രാഫ്, ഇതായിരുന്നു നമ്മുടെ ഗ്രാഫ്. ആ ഗ്രാഫിന്റെ അണ്ടറുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ലേ, കണ്ടോ? ഇതുപോലെയാണ്. അപ്പൊ അതൊരു ട്രപ്പീസിയം ആയിട്ട് കിട്ടി. അപ്പൊ ആ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതാണ് നമ്മളിത് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് എസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എന്തെന്നെ ഇതാണ് ഞാൻ ട്രപ്പീസിയം എന്ന് ഞാൻ എഴുതുന്നു. അപ്പൊ ട്രപ്പീസിയത്തിന്റെ ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുക? അത് നമ്മൾ പറഞ്ഞു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ഈ സൈഡും ബി എന്ന് പറഞ്ഞാൽ എന്താ ഈ സൈഡും എടുക്കുന്നു. എച്ച് എന്ന് പറഞ്ഞാൽ ഇവർക്ക് നമ്മൾ ഈ ഡിസ്റ്റൻസും ആണല്ലോ. അതാണ് സാർ അവിടെ ശരിക്കും മാർക്ക് ചെയ്ത്. അതായത് ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഇല്ലേ, അതെന്ന് പറഞ്ഞാൽ ഈ വി അല്ലേ, അതായത് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസ് അതല്ലേ, ഇതാ ഇതെന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? വി ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസോ സാറേ അത് യു ആണ്. അപ്പൊ ഞാൻ ശരിക്കും ഇതാ മാർക്ക് ചെയ്യാണ്, ഇത് വി ആണ് ദാ ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളത്, ഇത് യു ആണ് ദാ ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളത്. ക്ലിയർ ആണല്ലോ? ഞാൻ ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം അല്ലേ, അതായത് കുറച്ചുകൂടെ നന്നാവാം. ഓക്കെ, ഈ യുവിനെ ഞാൻ എന്താ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണേ, കഴിഞ്ഞിട്ടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ സാറേ ഈ ഡിസ്റ്റൻസ് അതായത് ഈ ടോട്ടൽ വിയിൽ നിന്ന് ഇത് കുറച്ച ഇത് കിട്ടും. അതാണ് നമ്മൾ വി മൈനസ് യു ഒക്കെ എടുത്തിരുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് വി ആണ്, ഈ ഡിസ്റ്റൻസ് യു ആണ്. അതായത് ഇതായിരുന്നു നമ്മുടെ എ. അതായത് ഈ ട്രപ്പീസിയത്തിന്റെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഇതാ വി കിട്ടി, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഇതാ യുവും കിട്ടി. ഇനി ഈ സൈഡ് ഈ ഡിസ്റ്റൻസ് കൂടെ കിട്ടണം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ടി ആണല്ലോ. അപ്പൊ ആ ടിയും കൂടെ ഞാനിതാ ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്യാണ്. ഈ ഡിസ്റ്റൻസ് നമ്മൾ ടി യു ആണ്. അപ്പൊ ഇതിന് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടി, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി, എ എന്ന് പറഞ്ഞാൽ വി ആണല്ലോ, പ്ലസ് ബി എന്ന് പറഞ്ഞാൽ യു ആണല്ലോ, അത് നമുക്ക് കിട്ടി. ഇനി ഇൻറ്റു എച്ച്, എച്ച് എന്ന് പറഞ്ഞാൽ ടി ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി വീണ്ടും നമ്മളെ ഫസ്റ്റത്തെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. യുവിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്താൽ വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ടി. ഇനി ഞാൻ എനെ ഇങ്ങോട്ടേക്ക് എടുത്താൽ വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ, കാരണം അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. അപ്പൊ എന്താ വരുന്നത്? വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ, അതാണ് ടി. അപ്പൊ ഞാൻ ഈ ടിക്ക് പകരം ഞാൻ എന്താ ഇവിടെ വി മൈനസ് യു ബൈ എ എന്ന് കൊടുക്കുന്നു. അപ്പൊ എന്താ വരുന്നത്? ഹാഫ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ.
കുഴപ്പമില്ലല്ലോ. എടാ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. അപ്പൊ അതേപോലെ ഇവിടെ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ, അത്രേ ഉള്ളൂ. അപ്പൊ എസ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ വരുന്നത്, ഹാഫ് അവിടെയുണ്ട്. വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു വരുമ്പോൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ താഴെ ആരും ഉണ്ട്, എയും ഉണ്ട്. ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോണ അറിയോ, ഈ 2നെ ഇങ്ങോട്ട് എടുക്കുന്നു, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ 2s ആവും. അതേപോലെ എനെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, അപ്പൊ അതും മൾട്ടിപ്ലിക്കേഷൻ, അപ്പൊ 2as ആയിട്ട് മാറും. അപ്പൊ ഇത് അടുത്ത സ്റ്റെപ്പായിട്ട് സാർ ഇവിടെ തൊട്ടടുത്ത പേജിൽ എഴുതാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ അതാ ശ്രദ്ധിച്ചോ, വി സ്ക്വയർ, ഇത്രയും കട്ടി വേണ്ടല്ലേ. ഓക്കെ, അപ്പൊ എന്താ വരുന്നത് 2as അപ്പൊ 2നെ ഞാൻ എടുത്തു, എനെ അങ്ങനെ എടുത്തു. അപ്പൊ 2a ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്നുള്ളതാണ് അവിടെ വരുന്നത്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ, ഈ മൈനസ് യു സ്ക്വയർ എടുത്താൽ പ്ലസ് യു സ്ക്വയർ ആയിട്ട് മാറും. അപ്പൊ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് കിട്ടും. ഇതാണ് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷന്റെ ഡെറിവേഷൻ ആയിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആയതുകൊണ്ടാണ് സാർ ഇത്രയും സമയം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരാൾ പോലും ഇനി എന്ത് ചെയ്യരുത്, ഈ കാര്യത്തിൽ സംശയം ഉണ്ടാവരുത്. ഇനി നിങ്ങൾക്ക് എന്താണ് മോഷൻ എ സ്ട്രെയിറ്റ് ലൈനിൽ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ വേഗം കമന്റ് ബോക്സിൽ പോയി കമന്റ് ചെയ്തോ, നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലും ജോയിൻ ചെയ്തോ. ഒരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കാൻ വേണ്ടി പറ്റാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാച്ചിലെ ക്ലാസ്സുകളാണ്. ബാച്ചിൽ അടിപൊളിയായിട്ട് ക്ലാസ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്തോ. അതിൽ സാറിന്റെ റെഫറൽ കോഡ് ഫർഹാൻ K12 എന്ന് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും 5% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതൊരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.